السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദോഷങ്ങൾ മാപ്പാക്കുകയും ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ദുൽഖഅദ മാസം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ദുൽഖഅദ മാസവും ദുൽഹിജ്ജ മാസവുമെല്ലാം ഇബ്രാഹിമി മില്ലത്തിനെ അലൈഹിസ്സലാം കൂടുതലായി ഓർക്കുകയും പിൻപറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. ഹജ്ജിന്റെ അമലുകളും ഉംറയുടെ അമലുകളുമെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ദീപ്ത സ്മരണയെ ഉണർത്തിത്തരുന്നതാണ്. അത് മാത്രമല്ല, ഉദ്ഹിയ്യത്ത് കർമ്മവും പരിശുദ്ധ പ്രവാചകന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ദുൽഖഅദ മാസവും ദുൽഹിജ്ജ മാസവുമെല്ലാം ഇബ്രാഹിമി മില്ലത്തിനെ സംബന്ധിച്ച് കൂടുതലായി നാം സ്മരിക്കപ്പെടുന്ന അവസരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ ഉണ്ട് എന്നത് അവിതർക്കിതമായ കാര്യമാണ്. ആർക്കിടയിലും തർക്കമില്ല.
ചേലാകർമ്മം മുതൽ നഖം മുറിക്കുന്നത് മുതൽ മീശ വെട്ടുന്നത് മുതൽ ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ ഇബ്രാഹിമി മില്ലത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൽഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. മില്ലത്ത് ഇബ്രാഹിമിനെ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു ദീനില്ല. അത് നാം അടിവരയിട്ട് മനസ്സിലാക്കുക. ഇബ്രാഹിമി മില്ലത്തിനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു ദീനില്ല. സൂറത്തുൽ നിസായിലെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ്? ഏറ്റവും നല്ല ദീനുള്ള ആളെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും നല്ല ദീൻ ഉള്ളത് ആർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസായിലെ 125-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. അതിൽ അല്ലാഹു പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. വമൻ അഹ്സനു ദീനൻ, ഏറ്റവും നല്ല മതക്കാരൻ, ദീനുള്ളവൻ ആരുമില്ല. മിമ്മൻ, ഒരുത്തനേക്കാൾ, അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനുൻ, സത്പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിലയിൽ അല്ലാഹുവിന്റെ വിധികൾക്കും വിലക്കുകൾക്കും കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ ഏറ്റവും നല്ല മതമുള്ള ആള് വേറെയില്ല. ഒന്നാമത്തെ പ്രയോഗമാണ് വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനുൻ, സത്പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ ദീനുള്ളവൻ ആരുണ്ട് എന്നുള്ളതാണ് അല്ലാഹുവിന്റെ ചോദ്യം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു വത്തബഅ മില്ലത ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും ഉത്തമ ദീനുള്ളവൻ ആരാണ്? വമൻ അഹ്സനു ദീനാ, ഏറ്റവും നല്ല മതക്കാരൻ ആരാണുള്ളത് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. ഏറ്റവും നല്ല മതക്കാരനായി, ഏറ്റവും നല്ല ദീനുള്ളവനായിട്ട് ആരുമില്ല. ആരെക്കാൾ? അല്ലാഹുവിനെ അനുസരിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം. എന്നിട്ടോ വത്തബഅ മില്ലത ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുകയും ചെയ്യുന്നു. ഹനീഫ, വത്തബഅ ഇബ്രാഹിമ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ. എന്നിട്ട് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് എന്നറിയോ ആയത്തിനെ? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ചങ്ങാതിയായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. സൃഷ്ടിപരമായ ചാബല്യത്തിൽ ആ ചങ്ങാത്തത്തെ നാം കാണരുത് എന്ന് സാന്ദർഭികമായിട്ട് നാം ഉണർത്തുകയാണ്. അത്രയും സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞ കാര്യം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ഏറ്റവും നല്ല ദീനുള്ളവൻ എന്നതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൽഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. നമുക്ക് ഒരു മൃഗത്തെ അറുക്കാൻ കഴിയുമെങ്കിൽ ഷെയർ കൂടി അതിൽ അഡ്ജസ്റ്റ് ചെയ്യരുത്. അതൊരു പോരായ്മയാണ്. ഒരു മൃഗത്തെ നമുക്ക് അറക്കാൻ കഴിയുമെങ്കിൽ മൃഗത്തെ തന്നെ അറക്കണം. കഴിയുന്നില്ല എങ്കിൽ ഷെയർ. അത് ഇബ്രാഹിമി മില്ലത്താണ്. ഏറ്റവും നല്ല മതക്കാരൻ ആരാണെന്ന് പഠിപ്പിച്ചു തരുന്നതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഴിവുണ്ട് ഒരു മൃഗത്തെ അറക്കാൻ, എന്നിട്ട് ഷെയർ കൂടി, അത് പോരായ്മയാണ്. ഷെയർ കൂടാൻ കഴിവുണ്ട്, എന്നിട്ട് ഷെയറും കൂടുന്നില്ല. ബഹുമാനികളെ, അത് ദീനിലുള്ള, മതത്തിലുള്ള പോരായ്മയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഹദീസിന്റെ ആശയങ്ങളല്ല ഇത്. പിന്നെയോ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്.
ബഹുമാനികളെ, ഉളഹിയത്ത് കർമ്മത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുമ്പിലുള്ള ഭീകരത, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചതെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഉളഹിയത്ത് കർമ്മം നാം നിർവഹിച്ചാൽ ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് എത്രമാത്രം തഖ്വയുണ്ട് എന്ന് അളക്കാനുള്ള മാർഗവും ഉളഹിയത്ത് കർമ്മമാണ്. വെറുതെയുള്ള പ്രസ്താവനയല്ല ഇത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ വീക്ഷണമാണ്. എന്തുകൊണ്ട്? സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. വൽബുദ്ന, ബലിമൃഗങ്ങളെ നാം ആക്കിയിരിക്കുകയാണ്. മിൻ ശആഇരില്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതായിട്ട് നാം ആക്കിയിരിക്കുകയാണ്. ആക്കിയതാരാ? അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതായിട്ട് അല്ലാഹു തീരുമാനിച്ചിരിക്കുകയാണ്. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. അല്ലാഹു തആല പറയുകയാണ്, ബലിമൃഗങ്ങളെ എന്താണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാക്കി തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചേർത്ത് പറയുന്നത് എന്തറിയോ? ലക്കും ഫീഹാ ഖൈർ. അല്ലാഹുവിന്റെ വാക്കാണ് കേട്ടോ. ബുദ്ധിമാന്മാർക്ക് ഇത് മതി, ഒരുപാടൊന്നും വേണ്ട. ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ഖൈറുണ്ട്. അല്ലാഹു അത്ര പറഞ്ഞ് നിർത്തിയേക്കണം. ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ഖൈറുണ്ട്. അല്ലാഹു അല്ലേ പറഞ്ഞത്? എവിടെ ഖൈർ? എവിടെയും. അതാണ് എവിടെയും. എവിടെയാണ് ഖൈർ എന്ന് പറയാത്തിടത്തോളം കാലം അത് വിശാലമാണ് അർത്ഥം. ദുനിയാവിലും നമുക്ക് ഖൈറാണ്, പരലോകത്തിലും നമുക്ക് ഖൈറാണ്. ഇതാണ് പറയുന്നത്, ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ഒരുപാട് ഖൈറുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ബഹുമാനികളെ, അതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ നിലപാടാണ്, വീക്ഷണം. ഉളഹിയത്ത് കർമ്മത്തിൽ ഒരുപാട് ഖൈറുണ്ട്. അതല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു ഹദീസ് പഠിച്ചത്? തുൻജി സാഹിബഹാ മിൻ ശർരി ദുനിയാ വൽ ആഖിറ. ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും ഒരുപാട് ശർറുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കർമ്മമാണ് ഉളഹിയത്ത് കർമ്മം. ലക്കും ഫീഹാ ഖൈർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ഖൈറുണ്ട്, നിങ്ങൾക്കതിൽ നന്മയുണ്ട്. എവിടെ? എവിടെയും. ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെതായ നന്മകൾ ഉണ്ട്. അത് ഖൈറുണ്ട്. ഇനി തഖ്വയുണ്ട് എന്നതിനുള്ള അളക്കാനുള്ള മാർഗമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതാണ് ആയത്തിന്റെ തുടക്കം. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ചിഹ്നങ്ങളോടുള്ള നമ്മുടെ നിലപാട് എങ്ങനെ? അതാണ് നമ്മുടെ തഖ്വ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. സൂറത്തുൽ ഹജ്ജ് തന്നെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വമൻ യുഅള്ളിം ശആഇറല്ലാഹ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആര് ആദരിക്കുന്നുവോ, ആര് ബഹുമാനിക്കുന്നുവോ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതവന്റെ ഹൃദയത്തിലുള്ള ഭക്തിയിൽപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ചിഹ്നമാണെന്ന് ഉളഹിയത്ത്, മൃഗം. അതിനെ അറുക്കുക, നല്ല മൃഗത്തെ തെരഞ്ഞെടുക്കുക, അതിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക, ഇതെല്ലാം തഖ്വയിൽപ്പെട്ട കാര്യമാണ്. അതാണ് വമൻ യുഅള്ളിം ശആഇറല്ലാഹ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആര് ആദരിക്കുന്നുവോ, മഹത്വമായി കാണുന്നുവോ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉളഹിയത്ത് കർമ്മം എന്ന് കേൾക്കുമ്പോ കഴിഞ്ഞ വർഷം കൊടുത്തതല്ലേ, ഏതായാലും ഈ വർഷം വേണ്ട, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബഹുമാനികളെ, അത് നമുക്ക് പ്രശ്നമാണ് എങ്കിൽ, സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നതാണ് എങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം മാപ്പുണ്ട്.
ഇല്ല എങ്കിൽ ഉളുഹിയത്ത് കർമ്മത്തിൽ നാം ഭാഗവാക്കായേ മതിയാവും. എന്തുകൊണ്ട്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് നമ്മുടെ ഹൃദയത്തിലുള്ള തഖ്വയെ അളക്കുന്ന കാര്യമാണ്, അളക്കുന്ന കർമ്മമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് കൃത്യമായ നിലയിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, ആദ്യമായി ബലി കൊടുത്തത് ആരാന്നറിയോ? ആരാ ആദ്യമായി ബലി കൊടുത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആദ്യമായി ബലി കൊടുത്തത് മനുഷ്യോൽപത്തിയോളം ബലിക്ക് പഴക്കമുണ്ട്. ബലികർമ്മത്തിന് മനുഷ്യോൽപത്തിയോളം പഴക്കമുണ്ട്. ആദ്യമായി ബലി കൊടുത്തത് ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇദ് ഖർറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ. ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളാണ് ആദ്യമായി ബലികർമ്മം നടത്തിയത്. അത് ഉളുഹിയ്യത്തല്ല കേട്ടോ, ബലിയാണ്. ബലികർമ്മം നടത്തിയത് ആരാ? ആദ്യം ഉളുഹിയ്യത്ത് നടത്തിയത് എന്ന ചോദ്യമല്ല, ആരാണ് ആദ്യം ബലികർമ്മം നടത്തിയത്? ബലികർമ്മം ആദ്യമായിട്ട് നടത്തിയത് ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളാണ്. ഇദ് ഖർറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ. രണ്ടുപേര് ബലികർമ്മം നടത്തി, പക്ഷെ ഒരാളുടെ മാത്രം സ്വീകരിച്ചുള്ളൂ. വലം യതഖബ്ബൽ മിനൽ ആഖർ, രണ്ടാമത്തവരിൽ നിന്നും സ്വീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്നും മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. തഖ്വയെ അളക്കുന്ന വലിയൊരു അമലാണ് എന്ത്? ഉളുഹിയ്യത്ത് കർമ്മം. നിസാരമായിട്ട് കഴിഞ്ഞ വർഷം കൊടുത്തതല്ലേ, ഒഴുക്കം മട്ടിൽ പോകേണ്ടതല്ല, അങ്ങനെ സമീപിക്കേണ്ടതല്ല ഉളുഹിയ്യത്ത് കർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളെ സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ് ഖർറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ. രണ്ടുപേരിൽ നിന്നും ഒരാളുടെ ഖുർബാനാണ്, ബലികർമ്മമാണ് അല്ലാഹു സ്വീകരിച്ചത്. രണ്ടാമത്തെ ആളുടെ ബലികർമ്മം അല്ലാഹു സ്വീകരിച്ചില്ല. ആരുടെ ബലികർമ്മമാണ് അല്ലാഹു സ്വീകരിച്ചത്? ഹാബീലിന്റെ. ഖാബീലിന്റെ ബലികർമ്മത്തെ അല്ലാഹു തആല സ്വീകരിച്ചില്ല. ഖാബീലിൽ തഖ്വയില്ലായിരുന്നു. ഇവർ രണ്ടുപേരും ബലികർമ്മം നടത്തിയത് എന്താണെന്നറിയോ? ഹാബീല് സ്വാഹിബുൽ ഖലമായി, ആടിനെ വളർത്തുന്ന ആളായിരുന്നു ഹാബീൽ. ഖാബീല് സാഹിബുസ് സറഅ്. പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ വിശദീകരണം തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഖാബീല് സാഹിബുസ് സറഅ്, കൃഷിയൊക്കെ നോക്കി നടത്തുന്ന ആളായിരുന്നു ഖാബീൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കിടയിൽ തർക്കമുണ്ടായപ്പോൾ അപ്പോഴാണ് പറഞ്ഞത്, ബലികർമ്മം നടത്തുന്ന നിങ്ങൾ ആരുടേതാണോ സ്വീകരിക്കുന്നത് അവരുടെ പക്ഷത്തായിരിക്കും ന്യായം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ബലികർമ്മം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഹാബീല് താൻ വളർത്തുന്ന ആട്ടിൻകുട്ടികളിൽ നിന്നും ഏറ്റവും നല്ല ഒരു ആടിനെയാണ് ബലികർമ്മത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കണേ, ആരുടെ ബലികർമ്മമാ സ്വീകരിച്ചത്? ഹാബീലും 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 എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി. ആരുടെ ബലികർമ്മമാണ് സ്വീകരിച്ചത്? ഹാബീലിന്റെ. ഹാബീലിന്റെ ബലികർമ്മമാണ് സ്വീകരിച്ചത്. ആരുടെ സ്വീകരിച്ചില്ല? ഹാബീലിന്റെ സ്വീകരിച്ചില്ല. തുടങ്ങി. എല്ലാവരും മൊബൈലൊന്ന് സൈലന്റ് ആക്കട്ടെ. ഓർമ്മ വരുമ്പോ തന്നെ അങ്ങോട്ട് സൈലന്റ് ആക്കിയാൽ പിന്നെ കുഴപ്പമില്ല. ഇത് നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോ സൈലന്റ് ആക്കുമെന്ന് പറയും, പിന്നെ ഫാത്തിഹ ഓതി പകുതി എത്തുമ്പോ പിന്നെ കേൾക്കാൻ ബെല്ലടി. അതെന്ന് വെച്ച് കഴിഞ്ഞാല് സൈലന്റ് ആണെന്ന് ഓർത്തിട്ടുണ്ടാകും. ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ബലികർമ്മം ഹാബീലിന്റെതാണ്, തള്ളിയത് ഖാബീലിന്റെതാണ്. ഹാബീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബലി എന്തായിരുന്നു? താൻ വളർത്തുന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഏറ്റവും നല്ല തടിച്ച നല്ല ഭംഗിയുള്ള ഒരു ആടിനെയാണ് ബലികർമ്മം നടത്തിയത്. ഹാബീലാണെങ്കിലോ തന്റെ കൃഷിയിൽ നിന്നും ഉണ്ടായ വിളവെടുപ്പിൽ നിന്നും വിളവെടുപ്പെടുത്തുകൊണ്ട് അള്ളാഹുവിന് ബലികർമ്മത്തിന് വേണ്ടി വെച്ചു.
നെല്ലും പതിരൊന്നും വേർതിരിച്ചില്ല. നെല്ലും പതിരൊന്നും വേർതിരിച്ചില്ല. ബലികർമ്മമായിട്ട് കൊടുക്കുമ്പോ എന്നാ നെല്ലും പതിരൊക്കെ വേർതിരിച്ചുകൊണ്ട് ഏറ്റവും നല്ലതിൽ കൊടുക്കണ്ടേ? കൊടുത്തില്ല. പിന്നെ അവൻ എന്താ ചെയ്തത്? നെല്ലും പതിരും വേർതിരിക്കാതെ ആ കർമ്മത്തിനോട് അലംഭാവം ഭാവിച്ചുകൊണ്ട് മോശമായ അവസ്ഥയിലായിരുന്നു. മോശമായതിനെയാണ് അവൻ ബലികർമ്മത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചത്. അള്ളാഹു തആല സ്വീകരിച്ചില്ല. ഇത് പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിച്ച വലിയ പാഠമാണ്. ബഹുമാനികളെ, ഒരു മൃഗത്തെ അറക്കാൻ കഴിയുന്ന ആള് ഷെയർ കൂടിക്കൊണ്ട് ഉഡായിപ്പ് കാണിച്ചാൽ ഹാബീലിനോളം അത് പതിച്ചവനാണ്. അല്ലെ? ഉഡായിപ്പ് കാണിച്ചാൽ ഹാബീൽ ഏറ്റവും ഇനി ഷെയർ കൂടാൻ കഴിയും എന്നിട്ട് അവന് ഷെയർ കൂടിയിട്ടില്ല എങ്കിൽ എന്താണ്? ഹാബീലിനേക്കാളും അത് പതിച്ചവനാണ്. ഒരു മൃഗത്തെ അറക്കാൻ കഴിയുന്ന ആള് ഷെയർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഹാബീലിനോളം ഉണ്ടായി അത് പതിച്ചു. ഷെയർ കൂടാൻ കഴിയും എന്നിട്ടും ഷെയർ കൂടുന്നില്ല എങ്കിൽ ഹാബീലിനേക്കാളും അത് പതിച്ചവനായി എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞതെന്താ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളെ അല്ലാഹു തആല സ്വീകരിക്കുക. അപ്പോൾ നാം ബലികർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല മൃഗത്തെ ആയിരിക്കണം. അത് നമ്മുടെ തഖ്വയുടെ അടയാളമാണ്. അത് തഖ്വയുടെ അടയാളമാണ്. മിൻ ശആഇരില്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിനുള്ള അടയാളമാണ്. ബഹുമാനികളെ, നമ്മുടെ സമ്പത്ത് നമുക്ക് വേണ്ട രീതിയിൽ ഉപകരിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ചില കർമ്മങ്ങളെ ആത്മാർത്ഥതയോടുകൂടെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ചരിത്രം സാക്ഷിയാണ്. അല്ലെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ മക്കൾക്കോ പലപ്പോഴും ഉപകാരത്തിൽ വരാതെയാകും സമ്പത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന പല അമലുകളിൽ നിന്നും വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ, വിട്ടുനിന്നാൽ, സഹകരിക്കാതിരുന്നാൽ പലപ്പോഴും നമ്മുടെ സമ്പത്ത് വലിയ പ്രശ്നമായിട്ട് വരും. നമുക്കും നമ്മുടെ മഹാനായ മുഖാത്തിബിൽ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫ അബൂ ജഅഫർ എന്നവരെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ഒരിക്കൽ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ജഅഫർ എന്ന് പറയുന്ന ഖലീഫയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അബൂ ജഅഫർ എന്നവർ പറയുകയാണ് മുഖാത്തിബിൽ ഇബ്നു സുലൈമാനോട്, എനിക്കൊരു ഉപദേശം തരാം. വലിയ മഹാനവറുകളാണ്, നിങ്ങൾ എനിക്കൊരു ഉപദേശം തരാൻ പറഞ്ഞു. അപ്പോൾ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അല്ലയോ ഖലീഫ, എന്റെ ജീവിതത്തിൽ ഞാൻ രണ്ട് ഖലീഫമാരെ കണ്ടു. ഒരാൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്, മറ്റേയാൾ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്നവരാണ്. ഈ രണ്ട് ഖലീഫമാരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരുന്നു. അതിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്, അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത് ആകെ 18 ദീനാറാണ്. മരണപ്പെടുന്ന സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫയാണെന്ന് പറഞ്ഞു. മരണപ്പെടുന്ന സമയത്ത് അവരുടെ കയ്യിൽ 18 ദീനാറാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 ദീനാർ ഇവരുടെ മരണാനന്തര ചെലവിന് വേണ്ടി ചിലവഴിച്ചു. ബാക്കി എത്ര? 9. ഇവർക്ക് 12 മക്കളാണ്. ഈ 9 ദീനാറാണ് 12 മക്കൾക്ക് കൂടി ഓഹരി ചെയ്തത്. എന്നാൽ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു ഖലീഫയെയും ഞാൻ പരിചയപ്പെട്ടിരുന്നു. അവർ മരിക്കുന്ന സമയത്ത് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് സമ്പത്തുണ്ടായിരുന്നു. മക്കൾക്ക് അത് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി ജഅഫർ എന്ന് പറയുന്ന ഖലീഫയോട് പറയുകയാണ്, അല്ലയോ ഖലീഫ, പിന്നീട് ഈ മക്കളെ ഞാൻ എങ്ങനെ കണ്ടതെന്നറിയോ? ആരുടെ മക്കൾ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കളെയും ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന രണ്ട് ഖലീഫയുടെയും മക്കളെ ഞാൻ പിന്നീട് കണ്ടു, വർഷങ്ങൾക്ക് ശേഷം.
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കൾ 100 ഒട്ടകങ്ങളെയും വഹിച്ചു കൊണ്ടുപോകുന്നതായിട്ട് 100 ഒട്ടകങ്ങളെയും തെളിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാൽ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മക്കളെ ഞാൻ കണ്ടത് യത്ലുബുൻ നാസ അസ്സദഖത ഫിൽ അസ്വാഖ്, മാർക്കറ്റുകളിൽ മനുഷ്യരോട് ധർമ്മം ചോദിക്കുന്ന അവസ്ഥയിലായിട്ടാണ് ഹിശാം ഇബ്നു മലിക് അബ്ദുൽ മലിക്കിന്റെ മക്കളെ ഞാൻ കണ്ടത്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് അബൂ ജഅഫർ എന്നവരോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള മാർഗങ്ങളിൽ നിന്റെ സമ്പത്ത് വിനിയോഗിക്കാതെ വന്നാൽ നിനക്കോ നിന്റെ മക്കൾക്കോ അത് നേരാം വണ്ണം ഉപകാരത്തിൽ വരികയില്ല എന്ന് അബൂ ജഅഫർ എന്നവരോട് സുലൈമാൻ ഇബ്നു മുഖാത്തിബ് ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. നമുക്ക് പാഠമാണ്. നമുക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ വരുമ്പോ കണ്ണടച്ച് മാറരുത്. കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ടുണ്ടാവൂ. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ ന്യായം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ പിൻപറ്റാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ ഭവന നിർമ്മാണം നടക്കുന്നു. അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി സ്ഥലം വാങ്ങാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോ എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ, ഞാൻ എന്തിനാ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് എന്താണോ അതിന്റെ പരമാവധി സന്തോഷത്തോടുകൂടെ നാം കൊടുക്കുമ്പോ ബഹുമാനികളെ, അത് നമുക്കും നമ്മുടെ മക്കൾക്കും അത് ഉപകാരത്തിൽ വരും. ആ കൊടുക്കുന്നത് തന്നെ പിന്നീട് ബാക്കിയുള്ളതും അത് റാഹത്തായ നിലയിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരത്തിൽ വരും. അതുപോലെ തന്നെയാണ് ഉളുഹിയ്യത്ത് കർമ്മവും. നമുക്ക് കഴിയുന്ന രീതിയിൽ എന്താണോ ഒരു മൃഗമെങ്കിൽ ആ ഒരു മൃഗത്തെ തന്നെ നാം നോക്കണം. ഇല്ല, കഴിയുന്നില്ല എങ്കിൽ മാത്രമാണ് നാം ഷെയർ കൂടേണ്ടത്. ഷെയർ കൂടിയിട്ടെങ്കിലും ഷെയർ കൂടാൻ കഴിയാത്തവർ ആരാ ഉള്ളത് ബഹുമാനികളെ? നമുക്കിവിടെ 140 ഷെയർ ആണുള്ളത്. അതിലേക്ക് വന്നേക്കുന്നത് ഇപ്പോ കുറച്ച് മാത്രമാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഓഹരി നാം ഉറപ്പിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തപ്പെടുന്ന നിലയിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഉളുഹിയ്യത്ത് ഷെയർ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഷെയർ തുക 11,000 രൂപയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്നവരെല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ ഷെയർ ഉറപ്പിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇനി 2 ദുആ വസിയത്താണ്. മകന് അനുയോജ്യമായ ഒരു ജോലി ലഭിക്കുന്നതിനായി ദുആ ചെയ്യണം. പിതാവ് പള്ളി നിർമ്മാണത്തിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. നാളെ 2-ാം ശനിയാഴ്ച. മറ്റൊരു കാര്യം പറയാനുള്ളത്, നാളെ 2-ാം ശനിയാഴ്ചയാണ്. മാസാന്ത സ്വലാത്തിന്റെ മജ്‌ലിസ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അവസരമാണ് സ്വലാത്തിന്റെ മജ്‌ലിസ് എന്നുള്ളത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഇപ്പോ ആളുകൾ കുറവാണ്. ഉണ്ടാകാൻ പാടില്ല. നമുക്കും നമ്മുടെ നാടിന് മോശമാണ്. സ്വലാത്തിന്റെ മജ്‌ലിസ് ശുഷ്കിക്കുക എന്നത് നമ്മുടെ നാടിനത് മോശമാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മുത്തുനബിക്ക് വേണ്ടിയുള്ള ഒരു സദസ്സ് അത് ശുഷ്കിക്കുക, ശോചനീയമായി പോവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ സിറാത്ത് എന്ന പാലത്തിൽ അല്ലാഹുമ്മ സല്ലിം എന്ന് പറഞ്ഞു നിൽക്കേണ്ട ആളാണ്. അവർക്ക് വേണ്ടിയുള്ള ഒരു സദസ്സ് മോശമാവുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പോരായ്മയാണ്. കഴിയുന്നവരെല്ലാവരും സദസ്സിൽ പങ്കെടുക്കണം. ആ സദസ്സിലേക്ക് സഹോദരൻ ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണപ്പെട്ട മകളുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും സലാമത്താക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, നല്ല കർമ്മങ്ങളിൽ ചെലവഴിക്കാൻ അതിനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണം റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങൾ നീ മാറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ മഹലിലും പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, പള്ളിയിലേക്ക് പോലും വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെയും
അവരുടെയും ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ നിന്നും പല മഹല്ലുകളിൽ നിന്നും ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നും പലരും ഹജ്ജിനും ഉംറക്കുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, നിയ്യത്ത് വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല രീതിയിൽ അമൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ വീടില്ലാത്തവർക്ക് നീ അനുയോജ്യമായ വീട് നൽകണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഒരു മകന് വേണ്ടി പിതാവ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ ആ മകന് അനുയോജ്യമായ ജോലി നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉപജീവന മാർഗ്ഗങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ആ പിതാവ് ചെയ്ത സംഭാവനയെ നീ സ്വീകരിക്കണം റഹ്മാനെ. പള്ളി നിർമ്മാണത്തിലേക്ക് കൊടുത്ത സംഭാവനയെ നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. ചെറുതും വലുതുമായ ഒരുപാട് സംഭാവനകൾ പള്ളി നിർമ്മാണത്തിലേക്കും സ്ഥലം വാങ്ങുന്നതിലേക്കും മുഅ്മിനീങ്ങൾ നൽകിയിട്ടുണ്ട്. റബ്ബേ അതെല്ലാം നീ ഖൈറായ നിലയിൽ കബൂലാക്കണേ അല്ലാഹ്. ഇരുലോകത്തും കൺകുളിർമയുള്ള പ്രതിഫലമായി അവർക്കും അവരുടെ സന്താനങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ കുഞ്ഞു മക്കളും അല്ലാഹുവേ പള്ളിയുടെ പരിപാലനത്തിലേക്ക് പള്ളി പണിയുന്നതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതും നീ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ ഭാവി നീ ഭാസുരമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ ദീൻ പഠിപ്പിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്ത ആ സഹോദരനെ നീ കബൂലാക്കണം റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ, അവരുടെ സഹധർമ്മിണിയുടെ ജീവിതത്തിൽ, അവരുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. മരണപ്പെട്ട ആ മകളുടെ റൂഹിലേക്ക് അതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണം റഹ്മാനെ. ആ മകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. ബർസഖിയായ ലോകത്തെ എല്ലാവിധ സന്തോഷവും നീ സമ്മാനിക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഏവരുടെയും ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد.